1976 തൊട്ട് കഞ്ഞിക്ക് ഫേമസ് ആയ ഒരു കട നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നിപ്പോൾ ഈ കടയിൽ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. എന്നാലും അന്നും ഇന്നും എന്നും ഇവിടുത്തെ കഞ്ഞിയാണ് ഫേമസ്. 85 വയസ്സുള്ള ശ്രീ പരമേശ്വരൻ നായർ അദ്ദേഹമാണ് ഈ ഹോട്ടലിന്റെ ഓണർ. ഒരുപാട് നല്ല നല്ല ജീവിത അനുഭവങ്ങൾ പറയാനുള്ള കുട്ടികളുടെ മനസ്സുള്ള നല്ലൊരു മനുഷ്യൻ. സാധാരണ ചമ്പാവരി ചോറിലുള്ള കഞ്ഞി മാത്രമല്ല ഇവിടെ ഉള്ളത്. ഗോതമ്പ് കഞ്ഞി, ബ്ലാക്ക് റൈസ് കഞ്ഞി, അങ്ങനെ 2 വെറൈറ്റി കൂടെ ഇവിടെയുണ്ട്. കഞ്ഞി, പയറ്, പപ്പടം എന്ന കോമ്പിനേഷൻ നമ്മൾ മലയാളീസിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. ഇന്നും പലരും ഈ ഒരു കോമ്പിനേഷൻ അവരുടെ ഡിന്നറായിട്ട് കഴിക്കുന്നുണ്ട്. പണ്ടത്തെ തലമുറയിലെ ആളുകൾ എന്നും കഴിച്ചുകൊണ്ടിരുന്ന ഒരു അത്താഴം തന്നെയായിരുന്നു ഈ കഞ്ഞി. ഇപ്പോഴത്തെ യുവതലമുറയായിരിക്കാം അവരുടെ വയറ് ചാടും അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് പോകുമെന്ന് വെച്ച് ഈ കഞ്ഞിയെ മാറ്റി നിർത്തുന്നത്. എന്നാൽ ഞാൻ ഈ ഹോട്ടലിൽ വന്നപ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ ഒരുപാട് പേരാണ് ഈ കഞ്ഞിക്ക് ഫാൻസ് ആയിട്ടുള്ളത്. ഇതിവിടുത്തെ സാധാരണ ചമ്പാവരി കഞ്ഞിയാണ്. പയറ്, പപ്പടം, ചമ്മന്തി, ഉടച്ചകറിയാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും മൂവിംഗ് ഐറ്റം ആയിട്ടുള്ള ബ്ലാക്ക് റൈസ് കഞ്ഞി. ഈ അരിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് വാർദ്ധക്യ അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഈ ബ്ലാക്ക് റൈസിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. ബ്രെയിൻ ഫംഗ്ഷനും ഹാർട്ട് റിലേറ്റഡ് ആയ അസുഖത്തിനും പിന്നെ വെയിറ്റ് ലോസിനും ഇത് നല്ലൊരു ഓപ്ഷനാണ്. അരികളിൽ തന്നെ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അരികളിൽ ഒന്നാണ് ബ്ലാക്ക് റൈസ്. നമ്മൾ കഴിക്കുന്ന ബ്രൗൺ റൈസും വൈറ്റ് റൈസിനേക്കാളും അധികം പ്രോട്ടീനും ഫൈബറുമാണ് ബ്ലാക്ക് റൈസിലുള്ളത്. ആരോഗ്യത്തിന് ഏറ്റവും നല്ല അരി ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മട്ടയരി ആയിരിക്കും. എന്നാൽ മട്ടയരിയേക്കാളും എത്രയോ ഹെൽത്തിയാണ് ഈ ബ്ലാക്ക് റൈസ് എന്ന് നമ്മളിൽ പലർക്കും ഇന്നും അറിഞ്ഞൂടാ. പണ്ടുകാലത്ത് ജപ്പാനിലും കൊറിയയിലും ചൈനയിലുമാണ് ഈ അരി ഉണ്ടായിരുന്നത്. അവിടുത്തെ പണക്കാർ മാത്രമാണ് ഈ അരി ഉപയോഗിച്ചിരുന്നത്. ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഈ അരി സഹായിക്കും. നാരങ്ങ അച്ചാർ, ചമ്മന്തി, പയർ തോരൻ, ഉടച്ചക്കറി, ചുട്ട പപ്പടം, ഇതാണ് കഞ്ഞിയുടെ കൂടെ ഇവരെ തരുന്നത്. വൈകുന്നേരം 6:30 മണി തൊട്ട് രാത്രി 9:30 വരെയാണ് കഞ്ഞി ഇവിടെ കിട്ടുന്നത്. ആരോഗ്യപ്രദമായ ബ്ലാക്ക് റൈസ് കഞ്ഞി ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഹോട്ടൽ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ റൈസ് എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ ഗോതമ്പ് കഞ്ഞി ട്രൈ ചെയ്യാനാണ് ഞാൻ പോയത്. അങ്ങനെ യാദൃശികമായി കണ്ടതാണ് ഇവിടുത്തെ ഈ ബ്ലാക്ക് റൈസ് കഞ്ഞി. ഒരു വെറൈറ്റി ഫുഡ് ഐറ്റം കണ്ടപ്പം അത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. പയറ്, പപ്പടം, ചമ്മന്തി, അച്ചാർ, ഉടച്ചക്കറി, കഞ്ഞി, ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ഇവിടുത്തെ കഞ്ഞി സെറ്റ് ഒരു മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു പഴയകാല ഓർമ്മകൾ തരുന്ന നല്ലൊരു കോമ്പിനേഷൻ. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിട്ടുന്ന ഹോട്ടൽ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഫിഷ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഫിഷ് ഐറ്റംസ് കൂടെ ട്രൈ ചെയ്ത് നോക്കി. തേങ്ങ നന്നായിട്ട് ചേർത്ത് അത്യാവശ്യം എരിവുള്ള ഒരു കണവത്തോരൻ. ക്വാണ്ടിറ്റി അല്പം കുറവാണെങ്കിലും ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. ബ്ലാക്ക് റൈസ് കഞ്ഞിയൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർ മാക്സിമം നേരത്തെ പോകാൻ നോക്കുക. ഈ ഹോട്ടലിന് അവധിയൊന്നുമില്ല, എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഞാൻ ബ്ലാക്ക് റൈസ് കഞ്ഞിയും കൂടെ തന്നെ ഗോതമ്പ് കഞ്ഞിയുമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. വൈകുന്നേരം 7 മണിക്കുള്ള തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാവരും കുടിക്കുന്നതും കഞ്ഞി തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം ഇവിടുത്തെ കഞ്ഞിയുടെ ക്വാളിറ്റി. APJ അബ്ദുൽ കലാം സാർ ഉൾപ്പെടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ ഇവിടെ വന്ന സെലിബ്രിറ്റീസിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. KJ യേശുദാസ് സാറും ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. പണ്ടും അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടുത്തെ കഞ്ഞി സെറ്റ് വളരെ ഫേമസ് ആണ്. ട്രിവാൻഡ്രത്ത് ഗാന്ധാരിയമ്മ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ്.